ആരോഗ്യമെന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ്. ആരോഗ്യങ്ങൾ 3 തരത്തിലാണുള്ളത്. ഒന്ന് ശാരീരിക ആരോഗ്യം, രണ്ടാമത്തത് മാനസികാരോഗ്യം, മൂന്നാമത്തത് സാമൂഹിക ആരോഗ്യം. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ്. മാനസികമായുള്ള ആരോഗ്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറുമില്ല, അതിനെക്കുറിച്ച് ആരും ആലോചിക്കാറുമില്ല. നമ്മൾ ഇന്ന് ആ ഒരു വിഷയത്തെ ഒന്ന് കീറിമുറിച്ച് പരിശോധന നടത്തുകയാണ്. ഇവിടെ സർജറി അല്ല നടത്തുന്നത് അറിയാം, പക്ഷേ ഇതൊരു റിസർച്ചാണ്, ഇതൊരു അനാലിസിസാണ്, ഇതൊരു ഇൻഫർമേഷനാണ്. ഈ വീഡിയോ മുഴുവനായും ഇരുന്ന് കാണുക. നിങ്ങൾക്ക് മാനസികാരോഗ്യത്തെക്കുറിച്ച് പേടിയുണ്ടോ, അല്ലെങ്കിൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് അറിയണോ, എന്തൊക്കെയാണെന്ന് ചെയ്യണോ എന്നറിയണോ എങ്കിൽ ഇതൊരാദ്യ പാർട്ട് വീഡിയോ മാത്രമാണ്. ഓക്കെ, മാനസികാരോഗ്യത്തിന് കോട്ടം പറ്റിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അതായത് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്, സമ്മർദ്ദങ്ങളാണ് നിങ്ങളുടെ ആരോഗ്യങ്ങളെ ബാധിക്കുന്ന മറ്റൊന്നാണ് നിങ്ങളുടെ ഇമോഷൻസ്. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു. നിങ്ങളുടെ സൈക്കോളജിക്കലായിട്ടുള്ള നിങ്ങളുടെ രീതികളും നിങ്ങളെ ബാധിക്കുന്നു. അതേപോലെ തന്നെ സാമൂഹിക രീതികളും നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് മാനസികാരോഗ്യത്തിൻ്റെ പ്രസക്തി എത്രത്തോളം എന്നാൽ ശാരീരിക സാമൂഹിക ആരോഗ്യത്തിൻ്റെ അതേ പ്രസക്തി തന്നെയാണ് മാനസികാരോഗ്യത്തിനുള്ളത്. ഒരു മനുഷ്യൻ ഊർജ്ജസ്ഥലമായിരിക്കണമെങ്കിൽ അയാൾക്ക് ശാരീരിക ആരോഗ്യം മാത്രം പോരാ, മാനസികാരോഗ്യം കൂടി വേണം. നിങ്ങളുടെ മനസ്സ് ശാന്തമായാലേ നിങ്ങളുടെ ശരീരം കൃത്യമായ വഴക്കത്തോടെ നിൽക്കുകയുള്ളൂ. ശക്തമായ ഒരു ആരോഗ്യം ഉണ്ടാക്കണമെങ്കിൽ ശക്തമായ മനസ്സുണ്ടാവണം. ശക്തമായ മനസ്സുള്ളവർക്ക് ശക്തമായ ശരീരമുണ്ടാവും. എന്നാൽ ശക്തമായ ശരീരമുള്ള എല്ലാവർക്കും ശക്തമായ മനസ്സുണ്ടാവില്ല. മനസ്സിൻ്റെ ആരോഗ്യം വളരെ വേണ്ടപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത് നിലനിർത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്പുകൾ പറഞ്ഞു തരാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉള്ള സ്ട്രെസ്സ് മാനേജ് ചെയ്യുകയാണ്. രണ്ടാമത്തത് സോഷ്യൽ കണക്ഷൻസ് ആണ്. കൃത്യമായ ആളുകളുമായി സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതികളാണ്. അതായത് ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇതാക്കും. പിന്നെ കൃത്യമായ അളവിലുള്ള ഉറക്കം മനസ്സിൻ്റെ ആരോഗ്യത്തിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒന്നാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ മൂഡിനെ ഇമ്പ്രൂവ് ചെയ്യാനും ആങ്സൈറ്റി കുറക്കാനും സാധിക്കും.